ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2-3 പാറ്റേൺസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾ സെന്റൻസസ് കാണുമല്ലോ, അതിൽ പലതും നിങ്ങൾ തന്നെയായിരിക്കും ഇന്ന് ഫോം ചെയ്യുന്നത്. അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇന്നത്തെ സെഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ ചിലപ്പോൾ ഇങ്ങനെ പറയാറില്ലേ, അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ആകണം എന്ന് നിർബന്ധമില്ല, അങ്ങനെ പറയുമല്ലോ. അതെങ്ങനെയാണ് നാച്ചുറലായി ഇംഗ്ലീഷിൽ പറയാന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ വളരെ ബേസിക് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഹെൽമെറ്റ് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇറ്റ്സ് നെസസറി ടു വെയർ എ ഹെൽമെറ്റ് എന്ന് പറയും അല്ലേ. അവിടെ അത്യാവശ്യമാണ് എന്നതിനാണ് നമ്മൾ ഇറ്റ്സ് നെസസറി എന്ന് പറഞ്ഞത്. ഇറ്റ്സ് നെസസറി ടു വെയർ എ ഹെൽമെറ്റ് വെൻ റൈഡിങ് എ ബൈക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. എല്ലാ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെ പറയും? ഇറ്റ്സ് നെസസറി ടു ഡ്രിങ്ക് ഇനഫ് വാട്ടർ എവറി ഡേ എന്ന് പറയും അല്ലേ. ഇറ്റ്സ് നെസസറി ടു ഡ്രിങ്ക് ഇനഫ് വാട്ടർ. അപ്പോൾ ഇറ്റ്സ് നെസസറി എന്ന് നമ്മൾ പറയുന്നത് ഒരു കാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു അർത്ഥത്തിലല്ലേ. ഇനി ഇതൊന്ന് നോക്കിയേ. ആവശ്യമാണെങ്കിൽ ഒരു കുട എടുക്കൂ, അല്ലെങ്കിൽ ഒരു കുട എടുക്കുക. അതെങ്ങനെ പറയും? അവിടെ പറഞ്ഞത് ആവശ്യമാണെങ്കിൽ എന്നാണ്. എന്ത് പറയും? ടേക്ക് എൻ അംബ്രേല ഇഫ് നെസസറി. ആവശ്യമാണെങ്കിൽ എന്ന് വന്നതുകൊണ്ട് ഇഫ് കൂടെ നമ്മൾ ചേർത്തു. ടേക്ക് എൻ അംബ്രേല ഇഫ് നെസസറി. ഇനി ഇഫ് നെസസറി പോലെ വേറെയും ഫ്രേസസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വേ നെസസറി, അതുപോലെ വെൻ നെസസറി എന്നൊക്കെ പറയാറുണ്ട്. അതിനുള്ള 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ആവശ്യമാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. അവിടെ നമുക്ക് വേണമെങ്കിൽ മേക്ക് ചേഞ്ചസ് ഇഫ് നെസസറി എന്ന് പറയാം, അല്ലെങ്കിൽ മേക്ക് ചേഞ്ചസ് വേ നെസസറി എന്ന് പറയാം. അതായത് ആവശ്യമുള്ള ഇടത്ത് എന്ന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ആവശ്യമാണെങ്കിൽ എന്നാണ്. ആ അർത്ഥത്തിൽ നമുക്ക് വേ നെസസറി എന്ന് പറയാം. ഇനി അടുത്ത നോക്കണേ. ആവശ്യമുള്ളിടത്ത് സഹായം ചോദിക്കുക. അതെങ്ങനെ പറയും? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സഹായം ചോദിക്കുക എന്നൊക്കെ പറയാൻ ആസ്ക് ഹെൽപ്പ് അല്ല, ഓർമ്മയില്ലേ? ആസ്ക് ഫോർ ഹെൽപ്പ് വേ നെസസറി. അവിടെ ഞാൻ പറഞ്ഞത് ആവശ്യമുള്ളിടത്ത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആസ്ക് ഫോർ ഹെൽപ്പ് വേ നെസസറി. വേണമെങ്കിൽ ഇവിടെ ഇഫ് നെസസറിയും പറയാം, ആവശ്യമുണ്ടെങ്കിൽ എന്ന അർത്ഥത്തിൽ ഇഫ് നെസസറിയും പറയാം. അപ്പൊ ഇതോ, ആവശ്യമുള്ളപ്പോൾ ഒരു ബ്രേക്ക് എടുക്കൂ. അവിടെ എന്ത് പറയും? ടേക്ക് എ ബ്രേക്ക് വെൻ നെസസറി. ആവശ്യമുള്ളപ്പോൾ അവിടെ വെൻ വന്നു. ടേക്ക് എ ബ്രേക്ക് വെൻ നെസസറി. അപ്പോൾ ഇത്രയും സെന്റൻസസിൽ നമ്മൾ കണ്ടത് എന്താണ്? നെസസറി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പഠിച്ചു. ഇഫ് നെസസറി, വേ നെസസറി, വെൻ നെസസറി, ഇതെല്ലാം കണ്ടല്ലോ. പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്ന അതൊന്നും അല്ല. ഈ നെസസറി ആയിട്ട് ബന്ധമുള്ള വേറൊരു ഫ്രേസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പണമാണോ എല്ലാം? അത് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഇസ് മണി എവ്രിതിങ് എന്ന് ചോദിക്കും അല്ലേ. ഇസ് മണി എവ്രിതിങ്. അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായിരിക്കും പറയാന്നറിയാമോ? അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് പറയും. അതായത് പണം കുറെ ഉള്ളത് കൊണ്ട് എല്ലാം ആയി, എല്ലാം തികഞ്ഞു എന്ന് ആയിക്കൊള്ളണം എന്നില്ല എന്ന്, അങ്ങനെ നിർബന്ധമില്ല എന്ന്. അവിടെ ഞാൻ പറയുക ഇംഗ്ലീഷില് നോട്ട് നെസസറിലി എന്നാണ്. ഇതുപോലെ ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് പറയാം. ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ജീവിതത്തിൽ വിജയിക്കാൻ ഒരു ബിരുദം അത്യാവശ്യമാണോ? ചോദിക്കാറില്ലേ ആളുകൾ. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഡു യു നീഡ് എ ഡിഗ്രി ടു സക്സീഡ്? വിജയിക്കാൻ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഡു യു നീഡ് എ ഡിഗ്രി ടു സക്സീഡ് എന്നാ ചോദിച്ചത്. അപ്പൊ അവിടെ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, അത് ശരിയാകണമെന്നില്ല എന്നൊരർത്ഥം കിട്ടാനാണ് നമ്മൾ നേരത്തെ ആ കണ്ട ഫ്രേസ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്, നോട്ട് നെസസറിലി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. മലയാളത്തിൽ ഞാൻ ചോദിക്കുകയാണ്, വില കൂടിയ ഭക്ഷണം എപ്പോഴും നല്ലതാണോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഇസ് എക്സ്പെൻസീവ് ഫുഡ് ഓൾവേസ് ഗുഡ്? അതായത് വളരെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണം എപ്പോഴും വളരെ ടേസ്റ്റി ആണ്, ഹൈജീനിക് ആണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, നിർബന്ധമില്ല എന്നാണ് പറയുന്നത് അല്ലെ. അവിടെ നമ്മൾ എങ്ങനെയാ മറുപടി പറയാ? നോട്ട് നെസസറിലി. അപ്പൊ ഈ നോട്ട് നെസസറിലി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് അങ്ങനെ സത്യമായി കൊള്ളണമെന്നില്ല എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ദാറ്റ്സ് നോട്ട് നെസസറിലി ട്രൂ എന്ന് പറയാം. അതായത് ദാറ്റ് നീഡിന്റ് ബി ട്രൂ, അത് സത്യമാകണമെന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആരുടെങ്കിലും ചോദിക്കണം എന്നിരിക്കട്ടെ, ഇംഗ്ലീഷ് ഗ്രാമർ ഹാർഡാണോ, ബുദ്ധിമുട്ടാണോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഒന്ന് ഫോം ചെയ്ത് നോക്കൂ. ഇസ് ഇംഗ്ലീഷ് ഗ്രാമർ ഹാർഡ് എന്ന് ചോദിക്കും അല്ലേ. അപ്പൊ അതിന്റെ മറുപടി ആയിട്ട് വരുന്നത്
അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്നാണെങ്കിൽ എന്ത് പറയും? നോട്ട് നെസസറിലി എന്ന് പറയും. അപ്പൊ എപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? അവിടെ നമുക്ക് അതിന്റെ ഒരു റീസൺ കൂടെ പറയാനുണ്ട്. നമുക്ക് അവിടെ എന്തോ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് ബേസിക്സ് നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ ആകണം എന്നില്ല, അതായത് ഇംഗ്ലീഷ് ഹാർഡ് ആവണം എന്നില്ല എന്ന്. അപ്പൊ അതെങ്ങനെ പറയും നമ്മൾ? ഇറ്റ്സ് നോട്ട് നെസസറിലി ഹാർഡ് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. അപ്പൊ ആ സെന്റൻസ് വന്നപ്പോ അതെങ്ങനെ വന്നു എന്ന് കണ്ടോ? ഇറ്റ്സ് നോട്ട് നെസസറിലി ഹാർഡ്, കണ്ടോ, വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. അപ്പോൾ അതിന് പകരമാണ് ചിലപ്പോൾ നമ്മൾ ഇത്രയും മാത്രം പറഞ്ഞു നിർത്തുന്നത്, നോട്ട് നെസസറിലി എന്ന്. നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും ആളുകൾ തർക്കിക്കുന്നത്, ഒരാള് ജീവിതത്തിൽ വിജയിക്കാൻ എന്താണ് കൂടുതൽ വേണ്ടത്? കഴിവാണോ അതോ അധ്വാനിക്കാനുള്ള മനസ്സാണോ? അതായത് ടാലന്റ് ആണോ ആ എഫർട്ട് എടുക്കാനുള്ള മനസ്സാണോ കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ ചോദിക്കുക? ഇസ് ടാലന്റ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എഫർട്ട്? ടാലന്റ് ആണോ എഫർട്ടിനേക്കാൾ കൂടുതൽ പ്രധാനം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും ഉത്തരം വരുന്നത്? അങ്ങനെ ആകണം എന്നില്ല എന്ന് പറയാൻ നോട്ട് നെസസറിലി എന്ന് പറയാം. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന വേറൊരു ഫ്രേസ് ഉണ്ട്, നോട്ട് ഓൾവേസ്. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഒരേ അർത്ഥമാണ്, ഇത് വേറൊരു ഫ്രേസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നോട്ട് ഓൾവേസ് എന്ന് പറയാം. ഇനി വേറൊരു ചോദ്യമാണേ, പണമുള്ളവര് എപ്പോഴും ഹാപ്പി ആണോ? അതായത് നല്ല വെൽത്തി ആയിട്ടുള്ളവര്, റിച്ച് ആയിട്ടുള്ളവര് എപ്പോഴും ഹാപ്പി ആണോ? അതെങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡു ദ റിച്ച് ഓൾവേസ് ഫീൽ ഹാപ്പി? ഡു ദ റിച്ച് ഓൾവേസ് ഫീൽ ഹാപ്പി? അവിടെ എങ്ങനെയാണ് ഉത്തരം പറയുക? എപ്പോഴും അങ്ങനെ ആകണം എന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നോട്ട് ഓൾവേസ്. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഫ്രേസും ഉപയോഗിക്കാം കേട്ടോ, നോട്ട് നെസസറിലി എന്നും പറയാം. വേറൊരു ക്വസ്റ്റ്യൻ, ടെക്നോളജി എപ്പോഴും നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഇസ് ടെക്നോളജി മേക്കിംഗ് ലൈഫ് ബെറ്റർ? അല്ലെങ്കിൽ ഡസ് ടെക്നോളജി മേക്ക് ലൈഫ് ബെറ്റർ എന്നും ചോദിക്കാം. അപ്പൊ അവിടെ എന്താണ് ഉത്തരം പറയുക? എപ്പോഴും അങ്ങനെ അല്ല എന്നാണെങ്കിൽ നോട്ട് ഓൾവേസ് എന്ന് പറയാം. അതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം, നോട്ട് ഇൻ എവ്രി കേസ്. എല്ലാ കേസിലും എല്ലാ കാര്യത്തിലും അത് ശരിയാവണമെന്നില്ല എന്ന്. നോട്ട് ഇൻ എവ്രി കേസ്. ഇനി ഞാൻ ഈ മലയാളത്തിൽ കാണിക്കുന്ന സെന്റൻസ് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്, വേഗത്തിൽ സംസാരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഫ്ലുവന്റ് ആണെന്നാണോ? അതെങ്ങനെ ചോദിക്കും? ഡസ് സ്പീക്കിംഗ് ഫാസ്റ്റ് മീൻ യു ആർ ഫ്ലുവന്റ്? ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. എന്താ പറഞ്ഞത് നോക്കി, ഡസ് സ്പീക്കിംഗ് ഫാസ്റ്റ് കഴിഞ്ഞ് വന്നത് മീൻ ആണ്. കാരണം ആദ്യം ഡസ് വന്നില്ലേ, അവിടെ ഇഎസ് ഉണ്ടല്ലോ, പിന്നെ മീൻസ് എന്ന് വരില്ല കേട്ടോ. അതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ നിങ്ങൾക്ക്. എങ്ങനെ പറയുന്നേ? ഡസ് സ്പീക്കിംഗ് ഫാസ്റ്റ് മീൻ യു ആർ ഫ്ലുവന്റ്? അപ്പൊ ഇതിന്റെ മറുപടി നമ്മൾ എങ്ങനെ പറയും? അങ്ങനെ എപ്പോഴും ആകണം എന്നില്ല എന്നാണെങ്കിൽ നോട്ട് ഓൾവേസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോട്ട് ഇൻ എവ്രി കേസ് എന്ന് പറയാം. ഇതേ അർത്ഥം വരുന്ന വേറൊരു ഫ്രേസ് ഉണ്ട്, ദാറ്റ്സ് നോട്ട് ഓൾവേസ് ദ കേസ്. അതായത് എല്ലാവരുടെ കേസിലും അങ്ങനെ ആകണം എന്നില്ല എന്ന്. ദാറ്റ്സ് നോട്ട് ഓൾവേസ് ദ കേസ്. അപ്പൊ ഈ മൂന്ന് ഫ്രേസസിനും ഏകദേശം ഒരേ അർത്ഥമാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടൊരു ഫ്രേസ് ഉണ്ടല്ലോ, നോട്ട് നെസസറിലി, അതും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നാലും പഠിച്ചു വെക്കുന്നതിന്റെ ഗുണം, നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ്, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് ഏത് ഓർമ്മ വന്നാലും പറയാം. അപ്പൊ കൂടുതൽ ഫ്രേസസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചോയ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതുപോലെയുള്ള പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് വരുന്ന വേറൊരു ഫ്രേസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, സിറ്റിയിൽ താമസിക്കുന്നതാണോ നല്ലത്, കൂടുതൽ നല്ലത് എന്ന്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഇസ് ഇറ്റ് ബെറ്റർ ടു ലിവ് ഇൻ എ സിറ്റി എന്ന് ചോദിക്കും അല്ലേ? ഇസ് ഇറ്റ് ബെറ്റർ, അതാണോ കൂടുതൽ നല്ലതെന്ന്? ഇസ് ഇറ്റ് ബെറ്റർ ടു ലിവ് ഇൻ എ സിറ്റി? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നമുക്ക് പറയേണ്ടത്, അത് പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും, അത് സാഹചര്യം ആശ്രയിച്ചിരിക്കും, അങ്ങനെ പലതും നമ്മൾ പറയുമല്ലോ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് ഇറ്റ് ഡിപ്പെൻഡ്സ്. അപ്പൊ മനസ്സിലായല്ലോ, ഡിപ്പെൻഡ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. എന്തിനെന്നുള്ളത് നമ്മളിവിടെ പറയുന്നില്ല, അതവിടെ അണ്ടർസ്റ്റുഡ് ആയിരിക്കും. കാരണം സാഹചര്യങ്ങളെ, സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അതിനെ, അല്ലെങ്കിൽ ഒരാളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് എന്ന് മാത്രം പറയാം. നിങ്ങൾ ഒരാളോട് ചോദിക്കാന്നിരിക്കട്ടെ, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതാണോ നല്ലത്? അതായത് വർക്ക് ഫ്രം ഹോം ആണോ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഇസ് ഇറ്റ് ബെറ്റർ ടു വർക്ക് ഫ്രം ഹോം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് പറയാം നമുക്ക് ഉത്തരമായിട്ട്? അത് പലതിനെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അവിടെ എന്ത് പറയും? ഇറ്റ് ഡിപ്പെൻഡ്സ്. അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറയാണ്, അത് സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. അപ്പൊ എന്ത് പറയും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ.
ഇനി അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും എന്ന് പറയണമെങ്കിലോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു എന്ന് പറയും. പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, രാവിലെ പഠിക്കുന്നതാണോ അതോ രാത്രി പഠിക്കുന്നതാണോ കൂടുതൽ നല്ലത് എന്ന്? ആ ചോദ്യം നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ ഫോം ചെയ്ത് നോക്കൂ. ഇസ് ഇറ്റ് ബെറ്റർ ടു സ്റ്റഡി ഇൻ ദ മോർണിംഗ് ഓർ അറ്റ് നൈറ്റ് എന്നാണ് ചോദ്യം വരിക. അപ്പൊ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. രാവിലെ എന്നുള്ളതിന് നമ്മൾ ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു, പക്ഷെ രാത്രിയിൽ എന്നുള്ളതിന് ഇൻ അല്ല അറ്റ് നൈറ്റ് എന്നാ പറയുന്നത്. അവിടെ അറ്റ് ദ നൈറ്റിലാട്ടോ, അറ്റ് നൈറ്റ് മാത്രം. ഇനി ഇതിന്റെ ഉത്തരം നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് ഡിപ്പെൻഡ്സ് എന്ന് പറയാം. പക്ഷെ എപ്പോഴും ഓർക്കുക, ഈ ഇറ്റ് ഡിപ്പെൻഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും നമുക്ക് അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ടാവാം. ഇവിടെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരുന്നത്, ചില ആളുകൾക്ക് രാവിലെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ എളുപ്പം, ചിലർ രാത്രി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണെന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നമ്മളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സം പീപ്പിൾ ഫോക്കസ് ബെറ്റർ ഇൻ ദ മോർണിംഗ് വൈൽ അതേഴ്സ് പ്രിഫർ ദ നൈറ്റ്. അവിടെ ശ്രദ്ധിക്കണേ, പ്രിഫർ നൈറ്റ് അല്ല, പ്രിഫർ ദ നൈറ്റ്. മറ്റത് ഞാൻ പറഞ്ഞത് അറ്റ് നൈറ്റ് എന്ന് വരുന്ന ആ ഫ്രേസിൽ ദ വരില്ല എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഉത്തരം നമുക്ക് പറയേണ്ടത് അത് പലതിനെ ആശ്രയിച്ചിരിക്കും എന്നൊക്കെയാണെങ്കിൽ അവിടെ നമ്മൾ ഇറ്റ് ഡിപ്പെൻഡ്സ് എന്നാണ് പറയുക. പക്ഷേ ഒരു കാര്യം, അതങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, അങ്ങനെ ആകണം എന്ന് നിർബന്ധമില്ല. എന്ന് പറയണമെങ്കിൽ നോട്ട് നെസസറിലി അല്ലെങ്കിൽ നോട്ട് ഓൾവേസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതേപോലെ വരുന്ന വേറെ 2-3 ഫ്രേസസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? നോട്ട് റിയലി, നോട്ട് എക്സാക്ട്ലി, നോട്ട് ക്വയറ്റ്. അപ്പൊ ഇതിന് വേറൊരു അർത്ഥമാണ് വരുന്നത്. നോ എന്ന് പറയുന്നതിന് പകരം കുറച്ചൊന്ന് സോഫ്റ്റായി പറയാനാണ് നമ്മൾ ഈ ഫ്രേസസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനുള്ള 2-3 എക്സാമ്പിൾസ് ഞാൻ തരാം. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കണക്ക് നന്നായിട്ട് അറിയാമോ, മാത്സിൽ നിങ്ങൾ മിടുക്കനാണോ അല്ലെങ്കിൽ മിടുക്കിയാണോ എന്ന്. അപ്പൊ അവിടെ നമുക്ക് പറയേണ്ടത് അല്ല എന്നാണ്. കാരണം നമുക്ക് കണക്ക് തീരെ അറിയില്ല. പക്ഷെ അവിടെ വെറുതെ അങ്ങ് നോ എന്ന് പറയുന്നതിന് പകരം ഒന്ന് സോഫ്റ്റ് ആക്കി നമ്മൾ പറയുന്നത് നോട്ട് റിയലി എന്നാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് അല്ല എന്നാണ്, പക്ഷെ അത് ഒന്ന് പൊതിഞ്ഞു പറയാണ് നമ്മൾ നോട്ട് റിയലി എന്ന്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ നിങ്ങളുടെ ജോലി വിട്ടോ, അത് ഉപേക്ഷിച്ചോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡിഡ് യു ക്വിറ്റ് യുവർ ജോബ്? ജോലി വേണ്ടാന്ന് വെച്ചോന്ന്. അപ്പൊ നമുക്കവിടെ പറയേണ്ടത് അങ്ങനെയല്ല, അതായത് ജോലി വിട്ടു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം പറയണം. അപ്പൊ ആ പറഞ്ഞ കാര്യം മുഴുവനായും ശരിയല്ല എന്നാണെങ്കിൽ അവിടെ നമുക്ക് പറയാവുന്നത് നോട്ട് എക്സാക്ട്ലി എന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ജോലി വിട്ടിട്ടില്ല പക്ഷെ വിടണം എന്ന് ഉദ്ദേശിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയാണെന്നാണെങ്കിൽ നമ്മൾ പറയും നോട്ട് എക്സാക്ട്ലി ബട്ട് ഐ എം പ്ലാനിങ് ടു ലീവ്. അപ്പൊ അയാൾ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്, ജോലി വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം ശരിയാണ്. ഉപേക്ഷിക്കാൻ പോവുകയാണല്ലോ, ജോലി രാജിവെക്കാൻ പോവുകയാണല്ലോ, അതാ പറയുന്നത് നോട്ട് എക്സാക്ട്ലി ബട്ട് ഐ എം പ്ലാനിങ് ടു ലീവ് എന്ന്. അപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നാളെ നിങ്ങൾ ഫ്രീ ആണോ? ഐ യു ഫ്രീ ടുമോറോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അത് മുഴുവനായും ശരിയല്ല. കാരണം നാളെ അയാൾക്ക് ദ ഹോൾ ഡേ ഓഫീസിലിരിക്കേണ്ട കാര്യമില്ല. അതേസമയം അയാൾക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട് താനും. അപ്പൊ പറഞ്ഞത് മുഴുവനായും തെറ്റും മുഴുവനായും ശരിയുമല്ല, അല്ലെ? അവിടെ നമ്മൾ പറയാ നോട്ട് എക്സാക്ട്ലി എന്നാണ്. നോട്ട് എക്സാക്ട്ലി, ഐ ഗോട്ട് എ മീറ്റിംഗ് ഇൻ ദ മോർണിംഗ്. മനസ്സിലായോ? അപ്പൊ ദിവസം മുഴുവനും ഓഫീസിലിരിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഐ ഗോട്ട് എ മീറ്റിംഗ് ഇൻ ദ മോർണിംഗ്, കുറച്ച് നേരത്തേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നോട്ട് എക്സാക്ട്ലി പറയുന്നത് അവിടെ വളരെ ആപ്റ്റ് ആവുന്നത്. ഇനി നിങ്ങൾക്ക് ആരുടെയെങ്കിലും ചോദിക്കണം, നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെയ്ത് കഴിഞ്ഞോ? ഇതെങ്ങനെ ചോദിക്കും? ഐ യു ഡൺ എന്ന് ചോദിച്ചാൽ മതി. എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്ത് തീർത്തോ, കഴിഞ്ഞോ? ഐ യു ഡൺ എന്ന് ചോദിക്കാം. അപ്പൊ അവിടെ അയാൾക്ക് പറയേണ്ടത് മുഴുവൻ തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ചെക്ക് ചെയ്യാനുണ്ട് എന്നാണെങ്കിൽ നോട്ട് ക്വയറ്റ് എന്ന് പറയാം. നോട്ട് ക്വയറ്റ്, ഐ സ്റ്റിൽ നീഡ് ടു ചെക്ക് എ ഫ്യൂ തിങ്സ്. അപ്പൊ കണ്ടോ, അത് മുഴുവനും തീർന്നിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ടല്ലോ, അതുകൊണ്ടാണ് നോട്ട് ക്വയറ്റ് എന്ന് പറയുന്നത്. അവിടെ ക്വയറ്റിന്റെ സ്പെല്ലിംഗ് QUITE ആണ് കേട്ടോ. QUIET എന്ന് വെച്ചാൽ ക്വയറ്റ് ആയിരിക്കുക, നിശബ്ദനായിരിക്കുക എന്നാണ് അർത്ഥം. ആ ക്വയറ്റ് അല്ല ഇത്. ഇനി നിങ്ങൾക്ക് ചോദിക്കണം, ഇതാണോ കറക്റ്റ് ആൻസർ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ദിസ് ദ കറക്റ്റ് ആൻസർ എന്ന് ചോദിക്കുമല്ലോ. അപ്പോ ആരെങ്കിലും കേൾക്കുന്ന ആള് അതിന് ഉത്തരം പറയാണ് അത് മുഴുവനായിട്ടും ശരിയല്ല എന്നാണെങ്കിൽ നോട്ട് ക്വയറ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എല്ലാം കണ്ടല്ലോ. നമ്മൾ ആദ്യം കണ്ട് നോട്ട് റിയലി, അതുപോലെ നോട്ട് എക്സാക്ട്ലി, നോട്ട് ക്വയറ്റ്. ഇവിടെ എല്ലാം നോ ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ പൂർണ്ണമായിട്ടും അങ്ങനെ അല്ല താനും. അവിടെയാണ് ആ കാര്യം കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കി അല്ലെങ്കിൽ പൊളൈറ്റ് ആക്കി അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫ്രേസസ് 3 ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് നോട്ട് നെസസറിലി അല്ലെങ്കിൽ നോട്ട് ഓൾവേസ് എന്നൊക്കെയുള്ള അർത്ഥമല്ല വരുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ കാണുക കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാനിവിടെ ചോദിക്കുകയാണേ, നീ എന്താ ചെയ്തത്? നീ എന്താണ് ചെയ്തത്?
അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വരിക? വാട്ട് ഡിഡ് യു ഡു, അല്ലേ? വാട്ട് ഡിഡ് യു ഡു എന്ന് പറയും. നീ എന്താണ് വായിച്ചത് എന്നാണെങ്കിൽ വാട്ട് ഡിഡ് യു റീഡ് എന്ന് ചോദിക്കുമായിരുന്നു, അല്ലേ? നീ എന്താ കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ്. അപ്പൊ ആ വേർബ് അവിടെ അതിന്റെ ബേസ് ഫോം ആണ് വന്നത്, നിങ്ങൾ കണ്ടല്ലോ. വാട്ട് ഡിഡ് യു ഡു അത് ബേസ് ഫോം ആണ്. പക്ഷെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് അതല്ല. നീ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? അതായത് ഇയാൾ നമ്മളോട് പറഞ്ഞു അയാൾ എന്താ ചെയ്തതെന്ന്, അത് നമ്മൾ കേട്ടില്ല. അപ്പൊ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത് എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അല്ലെ? നീ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത് എന്ന്. അതിന് നമ്മൾ എംബെഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അതിന്റെ ഒരു ഫോം ആണ് ഈ കാണുന്നത്. ഇവിടെ എങ്ങനെ ചോദ്യം വരുന്നതെന്ന് അറിയാമോ? വാട്ട് ഡിഡ് യു സേ യു ഡിഡ്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉള്ളിൽ ചോദ്യം വന്നപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള വേർബ് ഡു അല്ലേ, അതിന്റെ പാസ്റ്റ് ടെൻസ് വരണം. മനസ്സിലായോ? വാട്ട് ഡിഡ് യു സേ യു ഡിഡ്. കാരണം അയാൾ ഇത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യമാണല്ലോ, അയാൾ എന്തോ ചെയ്തു, അതെന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്, വാട്ട് ഡിഡ് യു ഡു. ഇനി അത് കേൾക്കാത്തത് കൊണ്ട് നമ്മൾ രണ്ടാമത് ചോദിക്കുകയാണ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, നീ എന്ത് ചെയ്തെന്നാണ് നീ പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ യു ഡിഡ്. അപ്പൊ ആദ്യത്തെ പാർട്ട് കണ്ടോ, വാട്ട് ഡിഡ് യു സെഡ് അല്ല, വാട്ട് ഡിഡ് യു സേ യു ഡിഡ്. വന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഇനി വേറൊരെണ്ണം പറയാം. ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ വാസ് ഗോയിങ് ടു ദ ഡോക്ടർ. ഡോക്ടറെ കാണാൻ ഐ വാസ് ഗോയിങ് ടു ദ ഡോക്ടർ എന്ന് പറയും. പാസ്റ്റ് ടെൻസ് ആണ്, പോവുകയായിരുന്നു. അപ്പൊ ഇയാളിത് പറഞ്ഞത് നമ്മൾ കേട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുന്നത്? നീ എവിടെ പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? അവിടെ എന്ത് പറഞ്ഞു എന്നല്ല, എവിടെ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ ഡിഫറെന്റ് ആണ്. Where did you say you were going? അപ്പൊ അവിടെ എങ്ങനെ വന്നതെന്ന് കണ്ടോ? What did you say അല്ല, where did you see. അതും അവിടെ ശ്രദ്ധിക്കണേ, where did കഴിഞ്ഞിട്ട് say ആണ് വന്നത്. where did you said അല്ല, where did you say you were going. അപ്പൊ അവിടെ സെന്റൻസിൽ I was going എന്ന് പറഞ്ഞില്ലേ, പാസ്റ്റ് ടെൻസ് I was. ഇവിടെ ക്വസ്റ്റ്യനിൽ you കഴിഞ്ഞ് were വരണം. where did you say you were going. ഇത് മറക്കരുത്, ഇവിടെ നമ്മൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്, പോവുകയായിരുന്നു എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത് കേട്ടോ. പക്ഷെ അടുത്ത നിങ്ങളൊന്ന് നോക്കൂ, ഒരാൾ എവിടെ പോകുന്നത് കാണുകയാണ്, നമ്മൾ ഇപ്പൊ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? നിങ്ങൾ എവിടെ പോവുകയാണ് എന്ന് എങ്ങനെ ചോദിക്കുക? വേർ ആർ യു ഗോയിങ് ചോദിക്കും, അല്ലേ? അപ്പൊ അയാൾ എന്തോ അതിന് മറുപടി പറഞ്ഞു, അത് നമ്മൾ കേട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? നിങ്ങൾ എവിടെ പോവുകയാണെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കും, അല്ലേ? അപ്പൊ മനസ്സിലാക്കണേ, മറക്കരുത്, അയാൾ ഇപ്പൊ പോവുകയാണ്, പ്രസന്റിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ എങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാമോ? വെയർ ഡിഡ് യു സേ. അതങ്ങനെയാണെന്ന് അറിയാലോ, കാരണം അയാൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, അത് നമ്മൾ കേട്ടില്ല. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. വെയർ ഡിഡ് യു സേ യു വർ ഗോയിങ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അയാൾ ഇപ്പൊ പോകുന്നേ ഉള്ളൂ. അവിടെ സെന്റൻസിൽ വരുന്നത് ഐ എം ഗോയിങ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത് വേർ ആർ യു ഗോയിങ് എന്നല്ലേ. പക്ഷെ ഈ എംബെഡഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോ അവിടെ നമുക്ക് പാസ്റ്റ് ടെൻസ് തന്നെ പ്രസന്റിലെ കാര്യം പറയാനും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വെയർ ഡിഡ് യു സേ യു വർ ഗോയിങ് എന്ന്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ട് കോൺവെർസേഷൻസിൽ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പൊ വേണമെങ്കിൽ where did you say you are going എന്ന് പറയാം, കാരണം അയാൾ ഇപ്പോഴും പോവുകയാണല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു പ്രസന്റ് ടെൻസ് തന്നെ കീപ്പ് ചെയ്യാം. പക്ഷെ സാധാരണ ഒരു ബാക്ക് ഷിഫ്റ്റ് ആണ് സംഭവിക്കുക. പ്രസന്റിലെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ എംബെഡഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ അത് പാസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് where did you say you were going എന്ന്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണേ, ചില കാര്യങ്ങൾക്ക് മാറ്റമില്ലല്ലോ. ഉദാഹരണത്തിന് നിങ്ങളുടെ പേര്, അത് മാറുന്നില്ല, സ്ഥിരമായിട്ട് അത് തന്നെയാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ക്യാപിറ്റൽ, അതൊരിക്കലും മാറുന്നില്ല, അങ്ങനെ തന്നെയാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, മിക്കവാറും ഒരാൾ സ്ഥിരമായിട്ട് താമസിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ പേരെന്താണ്? എങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. വാട്ട് ഈസ് യുവർ നെയിം. അപ്പൊ അവിടെ ഇസ് എന്നാണ് വന്നത്, പ്രസന്റ് ടെൻസ് ആണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ഇത് നമ്മളൊരു എംബെഡഡ് ക്വസ്റ്റ്യന്റെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ വരുമ്പോൾ ടെൻസ് മാറണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോടൊരു ഉത്തരം പറഞ്ഞു, നിങ്ങളുടെ പേരെന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് ഞാൻ കേട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചോദിക്കും? നിങ്ങളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കും, അല്ലേ? അവിടെ എങ്ങനെയാ ചോദിക്കുക? വാട്ട് ഡിഡ് യു സേ യുവർ നെയിം ഇസ്. മനസ്സിലായോ? അവിടെ വാട്ട് ഡിഡ് യു സേ യുവർ നെയിം വാസ് എന്ന് പാസ്റ്റ് ടെൻസ് ആക്കണ്ട, കാരണം പേരിന് മാറ്റം വരുന്നില്ല, അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്, എപ്പോഴും അത് ട്രൂ, അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഇസ് തന്നെ കീപ്പ് ചെയ്തത്. വാട്ട് ഡിഡ് യു സേ യുവർ നെയിം ഇസ് എന്ന് ചോദിച്ചു. പിന്നെ അവിടെ ആ ഒരു ഓർഡർ ശ്രദ്ധിച്ചോ? വേർഡ്സിന്റെ
വാട്ട് ഡിഡ് യു സേ ഇസ് യുവർ നെയിം എന്നല്ല, വാട്ട് ഡിഡ് യു സേ യുവർ നെയിം ഇസ്, അങ്ങനെയാ വരിക. പക്ഷെ അപ്പോഴും മറക്കരുത്, ആദ്യത്തെ പാർട്ടിൽ ആ പാസ്റ്റ് ടെൻസ് വരണം. വാട്ട് ഡിഡ് യു സേ യുവർ നെയിം ഇസ്. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്, എവിടെയാ കഴിയുന്നത്? അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? where do you live? ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ where do you live. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ മറുപടി ഞാൻ കേട്ടില്ല. അപ്പൊ രണ്ടാമത് എനിക്ക് ചോദിക്കേണ്ടി വരികയാണ്, നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കില്ലേ? അവിടെ എങ്ങനെ ചോദിക്കണം? അപ്പൊ നമ്മൾ ഈ ചോദിക്കുന്നത് ഒരാള് താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ്. സാധാരണ അത് പെർമനന്റ് ആയിരിക്കുമല്ലോ, ഒരേ സ്ഥലത്തായിരിക്കില്ലേ താമസിക്കുന്നത്, മാറ്റം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ പറയും എന്നറിയാമോ? where did you say you live? കാരണം താമസിക്കുന്നത് സ്ഥിരമായിട്ടൊരു സ്ഥലത്താകുന്നത് കൊണ്ട് അവിടെ ലിവ്ഡ് എന്നാക്കി മാറ്റണ്ട, പാസ്റ്റ് ടെൻസ് വേണ്ടാന്ന്. മനസ്സിലായോ? അപ്പൊ ഈ മാറ്റമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ പ്രസന്റ് ടെൻസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നത്. where did you say you live എന്ന് മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീ ആരെയാണ് കണ്ടതെന്ന് പറഞ്ഞത്? അതായത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് നമ്മളോട് പറഞ്ഞു അയാൾ ആരെയോ കണ്ടു എന്ന്. അത് ആരെയെന്നുള്ളത് നമ്മളങ്ങ് ഗ്രാസ്പ് ചെയ്തില്ല. അപ്പൊ അതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. വീണ്ടും നീ ആരെ കണ്ടെന്നാണ് പറഞ്ഞത് എന്ന്. അതെങ്ങനെ ചോദിക്കും? ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ആണ് വരേണ്ടത്, ആരെന്നല്ലേ ചോദിച്ചേ. അപ്പോ ഹൂ ഡിഡ് യു സേ യു മെറ്റ്? നീ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത്. ഹൂ ഡിഡ് യു സേ യു മെറ്റ്? ആരെ മീറ്റ് ചെയ്തു എന്ന്. അപ്പൊ അവിടെ പാസ്റ്റ് ടെൻസ് വരണം. ഹൂ ഡിഡ് യു സേ യു മെറ്റ്? നീ നേരത്തെ പോയത് എന്തിനാണെന്നാ പറഞ്ഞത്, എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്? അത് അവിടെ ഒരു റീസണെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇവര് നമ്മളോട് പറഞ്ഞത് നമുക്ക് ക്ലിയർ ആവാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ അവിടെ ആ ഒരു എംബഡഡ് ക്വസ്റ്റ്യൻ വരണം. എങ്ങനെ ചോദിക്കുക? വൈ ഡിഡ് യു സേ യു ലെഫ്റ്റ് ഏർലി? എന്തുകൊണ്ടാണ്, എന്തിനാണെന്നല്ലേ ചോദിച്ചേ. വൈ ഡിഡ് യു സേ യു ലെഫ്റ്റ് ഏർലി? നേരത്തെ പോയത് എന്തിനാണെന്ന്. നീ എന്തോ വാങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പൊ ആരോ നമ്മളോട് പറഞ്ഞു അയാൾ എന്തോ വാങ്ങിയെന്ന്. അതാണ് നമ്മൾ ഒന്നും കൂടെ എടുത്ത് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് യു സേ യു ബോട്ട്? അപ്പൊ എന്ത് വാങ്ങിയെന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ഡിഡ് യു ബൈ എന്ന് ചോദിക്കുമായിരുന്നു. ഇത് അങ്ങനെയല്ല. നീ എന്ത് വാങ്ങിയെന്നാ പറഞ്ഞേ? വാട്ട് ഡിഡ് യു സേ യു ബോട്ട്? ആ ബൈയുടെ പാസ്റ്റ് ടെൻസ് എന്ത് വാങ്ങി അത് വരണം. വാട്ട് ഡിഡ് യു സേ യു ബോട്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? നീ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത്? ഹൗ ഡിഡ് യു സോൾവ് ദ പ്രോബ്ലം ചോദിക്കും അല്ലെ. എങ്ങനെ പരിഹരിച്ചു? ഹൗ ഡിഡ് യു സോൾവ് ദ പ്രോബ്ലം. എങ്ങനെയെന്നുള്ളതിനാണ് ഹൗ വന്നതേ. പക്ഷെ ഇനി ചോദിക്കുന്നത് നീ എങ്ങനെയാണ് ആ പ്രോബ്ലം പരിഹരിച്ചു എന്ന് പറഞ്ഞത്. ഒന്നും കൂടെ നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്. അവിടെ എങ്ങനെ ചോദിക്കും? ഹൗ ഡിഡ് യു സേ യു സോൾവ്ഡ് ദ പ്രോബ്ലം? ഹൗ ഡിഡ് യു സേ യു സോൾവ്ഡ് ദ പ്രോബ്ലം. ആ ഡിഡ് വന്നത് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഹൗ ഡിഡ് യു സെഡ് പറയാത്തത്. ഹൗ ഡിഡ് യു സേ യു സോൾവ്ഡ് ദ പ്രോബ്ലം. ഇനി ആരോ നിങ്ങളോട് പറയാണ് എന്റെ ഫ്ലൈറ്റ് 3 മണിക്കാണ്. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? മൈ ഫ്ലൈറ്റ് ഇസ് എറ്റ് 3 എന്ന് പറയും അല്ലെ. 3 മണിക്കാണെന്ന്. മൈ ഫ്ലൈറ്റ് ഇസ് എറ്റ് 3. അപ്പൊ അത് നിങ്ങൾ ശരിക്കും കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ചോദിക്കുകയാണെ ഉറപ്പുവരുത്താൻ. നിന്റെ ഫ്ലൈറ്റ് എപ്പോഴാണെന്നാ പറഞ്ഞത്? അതെങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് യു സേ യുവർ ഫ്ലൈറ്റ് വാസ്? അപ്പൊ ഇവിടെ ഈ ഫ്ലൈറ്റ് ഇത് കഴിഞ്ഞിട്ടില്ല, ഫ്ലൈറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. ഫ്യൂച്ചറിലാണ് അതിന്റെ ടൈം വരുന്നത് അല്ലെ. എങ്കിലും നമ്മളിവിടെ ചെയ്തത് എന്താണ്? അത് പാസ്റ്റ് ടെൻസിലാക്കി. കാരണം മുൻപ് ഞാൻ പറഞ്ഞല്ലോ, പേര് മാറുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് മാറുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ അല്ല ഇത്. ഇത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പൊ പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് നമ്മൾ ആ ബാക്ക് ഷിഫ്റ്റ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ചോദിച്ചത് വെൻ ഡിഡ് യു സേ യുവർ ഫ്ലൈറ്റ് വാസ് എന്ന്. പക്ഷെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇസും ചോദിക്കാം. അപ്പോൾ വെൻ ഡിഡ് യു സേ യുവർ ഫ്ലൈറ്റ് ഇസ് എന്ന് ചോദിച്ചാലും അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് ഓർക്കുന്നുണ്ടോ? നീ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ചോദിച്ചത്? ഹൂ ഡിഡ് യു സേ യു മെറ്റ് എന്ന് ചോദിച്ചു അല്ലെ. ഹൂ ഡിഡ് യു സേ യു മെറ്റ് എന്നാണ് ക്വസ്റ്റ്യനെ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ, നീ ആരെയാണ് കണ്ടതെന്ന്. നീ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത് എന്നല്ല ചോദിച്ചത്. നീ ആരെയാണ് കണ്ടതെന്ന് അതൊന്നുകൂടെ ഒന്ന് കേൾക്കാൻ നമ്മൾ ചോദിക്കുകയാണ്. അവിടെ നമ്മൾ എങ്ങനെ ചോദിക്കും എന്നറിയാമോ? ഇംഗ്ലീഷിൽ ഇങ്ങനെയും പറയാറുണ്ട്. ഹൂ വാസ് ഇറ്റ് ദാറ്റ് യു മെറ്റ്? ഹൂ വാസ് ഇറ്റ് ദാറ്റ് യു മെറ്റ്? നീ ആരെയാണ് കണ്ടതെന്ന് ആ അർത്ഥത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം ഇങ്ങനെ പറഞ്ഞുകൂടെയെന്ന്. പക്ഷെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നീ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത്, ഒരു എംബഡഡ് ക്വസ്റ്റ്യൻ ആണ്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു പാറ്റേൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ലെസണിൽ നമ്മൾ 2-3 യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് കണ്ടത്.
അപ്പൊ ഇന്ന് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും ചെറിയൊരു വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻസിന്റെ ഫോമാറ്റിന് വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം എന്താ പറയുന്നത് നോക്കൂ. അവിടെ തരുന്ന ആ ഒരു ക്വസ്റ്റ്യന് പറ്റിയ ആൻസർ എന്താണ്, റിപ്ലൈ എന്താന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇസ് കോഫി ബെറ്റർ ദാൻ ടീ? ചായയേക്കാൾ കാപ്പിയാണോ നല്ലത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നോട്ട് നെസസറിലി എന്നാണോ, ഇറ്റ് ഡിപ്പെൻഡ്സ് എന്നാണോ പറയാ? നിങ്ങൾ ചൂസ് ചെയ്യൂ. രണ്ടാമത്തത്, ഡസ് ബീങ് ഫേമസ് മേക്ക് സമ്മൺ ഹാപ്പി? പ്രശസ്തിയായിരിക്കുന്നത് ആരെങ്കിലും ഹാപ്പി ആക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ഉത്തരം നിങ്ങൾ പറയുക? നോട്ട് നെസസറിലി ആണോ, ഇറ്റ് ഡിപ്പെൻഡ്സ് എന്നാണോ ചൂസ് ചെയ്യുക? ഏതായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മാതൃഭാഷ ഏതാണെന്നാ പറഞ്ഞത്? അപ്പൊ അയാളെന്തോ പറഞ്ഞു, അത് കേൾക്കാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്. ഈ മാതൃഭാഷയ്ക്ക് എന്ത് പറയും? മദർ ടങ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നാലാമത്തത്, ഇന്നലെ നീ എവിടെ പോയി എന്നാണ് പറഞ്ഞത്? ഇന്നലെ എവിടെ പോയി എന്നാണ് നീ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ആലോചിച്ച് ഈ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ ഫോം ചെയ്യൂ. പിന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും ആ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അത് മാറിപ്പോവുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് മാത്രമാണ് പിക്ക് ചെയ്ത് ഇങ്ങനെ ലെസൺസ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.